2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. കേന്ദ്ര പദ്ധതികൾ, അതായത് സാധാരണക്കാർക്ക് പ്രയോജനപരമായിട്ടുള്ള നിരവധി പദ്ധതികൾ. ഇത് ഒരു കേന്ദ്ര സർക്കാർ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ പദ്ധതികളെല്ലാം തന്നെ PM എന്നുള്ള തരത്തിലാണ് അറിയപ്പെടുന്നത്. പ്രൈം മിനിസ്റ്റർ PM ആവാസ് യോജന, PM ആയുഷ്മാൻ പദ്ധതി എന്ന തരത്തിൽ മാത്രമാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർ ജവഹർലാൽ നെഹ്റു ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് എല്ലാം ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ മകളുടെ പേരിൽ, രാജീവിൻ്റെ പേരിൽ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതല്ല. നരേന്ദ്രമോദിക്ക് ശേഷവും ഇവിടെ പ്രധാനമന്ത്രിമാരുണ്ടാകും, അപ്പോഴും ഈ പദ്ധതികൾ ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെയാണ് PM ആവാസ് യോജന, PM കിസാൻ പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികൾ ഉണ്ടെന്നുള്ളതാണ്. ഈ പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണകരമായി മാറണം. ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരാണ്, സാധാരണക്കാരായിട്ടുള്ളവരാണ്. വമ്പന്മാരാർക്കും തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ വേണ്ട. ഈ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതികളൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ പിണറായി വിജയൻ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഒന്നും വേണ്ട എന്ന് തന്നെ പറഞ്ഞു പോകും. ഈ ഭവന നിർമ്മാണമുണ്ട്, അതായത് പദ്ധതികളിലൂടെ പല സാധാരണക്കാർ ആയിട്ടുള്ളവർക്ക് ഭവന വായ്പ കൊടുക്കും. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മക്കൾക്ക് വിദേശ പഠനം, സ്കോളർഷിപ്പ്, കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ, പൊതുവെ എന്തെങ്കിലും തരത്തിലുള്ള സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പ, ഇതിലേക്കൊക്കെ വരികയാണ്. ഇത് പലപ്പോഴും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ബാങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും വേണ്ട തരത്തിൽ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം ഇതിന് ധാരാളം സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട്, പലിശ കുറവാണ്. അതുകൊണ്ട് ബാങ്കുകാർക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കാര്യമായി ധാരണയോടുകൂടി ചെന്ന് ആധികാരികമായി ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകാർ വെട്ടിലാവും. അങ്ങനെ ചെന്ന് വളരെ ശബ്ദമുയർത്തി ചോദിക്കുന്നവർക്ക് കാര്യം നേടിപ്പോകരാ. മറിച്ച് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാതെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഓടിച്ചെല്ലുകയും മറ്റും ചെയ്യുന്നവരോട് അങ്ങനെയൊന്നുമില്ല, അത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് തരാൻ കഴിയുമോ, നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ ഈട് തരാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച് കുറേ നൂലാമാലകളെല്ലാം കൂടെ പറഞ്ഞ് ഈ പാവങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഇനി അതിനെല്ലാം മാറ്റം വരാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ, പല കേന്ദ്ര പദ്ധതികളും ഇവിടെ കേരളത്തിൽ 2016 മുതൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെതാണ്, പിണറായി വിജയൻ്റെതാണ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്ന, അതിൻ്റെ ലേബൽ ഒട്ടിച്ച് അതിൻ്റെ മുഴുവൻ ഗുണവും പറ്റുന്നത് ഈ LDF സർക്കാരുണ്ട്. പല പദ്ധതികളും അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ട്, ചില പദ്ധതികൾ അട്ടിമറിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് BJPയുടെ സംസ്ഥാനത്തിൻ്റെ പുതിയ പ്രസിഡന്റിന് ഇത് ബോധ്യമായി എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്. അദ്ദേഹം ഇത് ജനങ്ങളുടെ കൈകളിൽ എങ്ങനെ എത്തണം, ഇത് അറിയാൻ വയ്യാത്തവർക്ക് എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് ഇത് എങ്ങനെ ഏത് തരത്തിൽ ഇത് അവരെ അതിൻ്റെ ഗുണഭോക്താക്കളായി കൊണ്ടുവരണം, ഇതൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പാർട്ടി ഓഫീസുകളെ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പേര് വന്നിരുന്ന് വലിയ പാചകമൊക്കെ നടത്തി ചായയും കുടിച്ച്, ഇപ്പം CPMൻ്റെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഇപ്പം ഹൈടെക് ആയിപ്പോയി, എല്ലാം ലോക്കൽ കമ്മിറ്റി ഓഫീസും ഒക്കെ തന്നെ. എന്നാലും അവിടെ ചായയും കുടിച്ച് ദിനേശ് വീടിയും വലിച്ച് വലിയ സൈദ്ധാന്തിക വിചാരം നടത്തും. എത്ര മാറ്റം ഉണ്ടായാലും ആ സൈദ്ധാന്തിക വിചാരത്തിന് യാതൊരു മാറ്റവുമില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത സഹാക്കന്മാരും വലിയ സൈദ്ധാന്തികന്മാരായി മാറും. കാരണം MA ബേബിയുടെ ശിഷ്യന്മാരല്ലേ, അരുമ ശിഷ്യന്മാരല്ലേ. MA ബേബി പറഞ്ഞാൽ ആർക്കെങ്കിലും വല്ലതും മനസ്സിലാകുമോ? അദ്ദേഹം വലിയ കൂടിയ കക്ഷിയല്ലേ. MA ബേബി, P രാജീവ്, ഇവരൊന്നും പറയുന്നത് ആർക്കും മനസ്സിലാകത്തില്ല.
അപ്പം അല്ല കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിലോ ഇവർ കതറ് വിട്ട് അവിടെ വന്ന് അലക്കി വെളുപ്പിച്ച് തേച്ച് മുഖത്ത് മുഴുവൻ പൗഡറും പൂശി ഇല്ല അമൂൽ ബേബി കണക്കിന് അവിടെ ഇരിക്കും, വേർക്കത്തില്ല ദേഹം. അങ്ങനത്തെവരാണ് കോൺഗ്രസ്സുകാർ. ഇതിൽ നിന്ന് വ്യത്യസ്തമാകുകയാണ് ബി ജെ പിയുടെ പാർട്ടി ഓഫീസ്. പരമ്പരാഗതമായ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് അതിനുവേണ്ടി, അതായത് ജനങ്ങൾക്ക് അവിടേക്ക് എത്താം, പ്രധാനമന്ത്രിയുടെ എന്ത് പദ്ധതികളാണ് ഉള്ളത്. എനിക്കൊരാൾക്ക് വീട് വയ്ക്കണം, എനിക്ക് ഇത്ര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് വേണ്ടത്, അതിന് എങ്ങനെയാണ് ഞാൻ ബാങ്കിനെ സമീപിക്കേണ്ടത്? ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ബി ജെ പിയുടെ പാർട്ടി സേവാ കേന്ദ്രങ്ങൾ വഴി ലഭിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ എനിക്ക് എൻ്റെ വീട്ടിലുള്ള വയോധികർക്ക് ഏത് തരത്തിലാണ് ആരോഗ്യ പദ്ധതികൾ ഉള്ളത്, ആയുഷ്മാൻ പദ്ധതി അനുസരിച്ചുള്ളത്, സൗജന്യ ചികിത്സ ഏത് തരത്തിലാണ് ഉള്ളത്, അതുപോലെ തന്നെ ഞാനൊരു കർഷകനാണ് എന്ന് പറഞ്ഞ് സമീപിക്കുന്നവർക്ക് കാർഷിക വായ്പ ഏത് തരത്തിൽ കിട്ടാം, ഇതിന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുകയല്ല, ഏത് ബാങ്കിനെ സമീപിക്കണം, സമീപിച്ചു കഴിയുമ്പോൾ ഇന്ന ഇന്ന രേഖകളുമായി വേണം എത്തേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ എത്തുന്നവരോട് ബാങ്ക് ഒരു നിസ്സഹകരണ മനോഭാവം കൈക്കൊണ്ടാൽ വീണ്ടും ഈ സേവാ കേന്ദ്രങ്ങളിൽ വന്ന് വിവരം ധരിപ്പിച്ചു കഴിയുമ്പോൾ അവർ തന്നെ ഇറങ്ങി ബാങ്കിനെ സമീപിച്ച് ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യും. ഇത് വളരെ കൃത്യമായ, ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ കുതിക്കാൻ പോകുന്നത്. അതായത് താഴെ തട്ടിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് അവർക്ക് എല്ലാ തരത്തിലുള്ള ഗുണവും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ പലതും എന്ന് പറയുന്നത് ഈ കേരളത്തിന് കിട്ടുന്ന പദ്ധതി വായ്പാ തുക പോലും കേരളത്തിലെ സർക്കാർ മാറ്റിമറിച്ചവരാണ്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. പിന്നെ ആവാസ് യോജന സർവേ പോലും കേരളത്തിൽ അട്ടിമറിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ട ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ കിടപ്പാടമില്ലാതിരിക്കുകയാണ്. പക്ഷേ കേരള സർക്കാർ വേറെ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് എന്നിട്ട് അതിന് ഒരു ഓമന പേരും കൊടുത്തു കൊണ്ടുവരുന്നതൊക്കെ നമുക്കറിയാം. ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ അത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ പദ്ധതികളാണ്. ഇപ്പം ജലജീവൻ മിഷൻ, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെതാണ്. കോവിഡ് കാലത്ത് കിറ്റ് കിട്ടിയത് തന്നെ കേന്ദ്രത്തിൻ്റെതാണ്. ഇതൊക്കെ സൗജന്യ റേഷൻ കിട്ടി, കേന്ദ്ര പദ്ധതികളാണ് ഇതൊക്കെ. ഇത് പറയാനായിട്ട് കേരളത്തിലെ ബി ജെ പിക്കാർ അന്ന് തയ്യാറായില്ലെന്നുള്ളതാണ്. അവരതിനു വേണ്ടി തയ്യാറെടുത്തില്ല, മെനക്കെട്ടില്ല. കോൺഗ്രസ്സുകാർ വിളിച്ച് പറയത്തുമില്ല. ഇത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെതല്ല, കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ തന്നതാണെന്ന്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മുകാർ പറയും നിങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ് എന്ന്. ബി ജെ പിയെ കോൺഗ്രസ്സുകാരെ പേടിപ്പിച്ചു കളി. സി പി എമ്മിൻ്റെ ഈ വർത്തമാനം കേട്ട് വരണ്ടു പോകുന്ന കുറേ കോൺഗ്രസ്സുകാരന്മാരാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനം ഗുണം പിടിക്കാതെ നിൽക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഇനി ജനങ്ങളിലേക്ക്, പല പദ്ധതികളെന്നല്ല എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നു. കേരളത്തിലുള്ള സാധാരണക്കാർ അതിൻ്റെ ഗുണഭോക്താക്കളുമായി മാറാൻ പോകുന്നു.